അപ്പോൾ ഇന്ന് അവക്കാഡോ സീരീസിലെ പാർട്ട് 1 ആണ് ഗൈസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പോകണം. അപ്പോൾ ഇന്ന് പാർട്ട് 1 ആണ്. അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി അവക്കാഡോ ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ പരിപാടി തുടങ്ങിയാലോ. നമുക്ക് അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് എടുക്കുന്നത് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് എടുക്കുന്നത്. കണ്ടില്ലേ, വളരെ കുറച്ച് പഞ്ചസാര കാണത്തുള്ളൂ. ഇനി നമുക്ക് മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ അവക്കാഡോ ആണ്. അപ്പോൾ ഞാൻ അവക്കാഡോ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ അവക്കാഡോ നേരത്തെ തന്നെ രണ്ട് അവക്കാഡോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ എടുത്തത്. ഞാൻ വീഡിയോയിൽ കാണിക്കണം എന്ന് വിചാരിച്ചാണ്. എന്ത് ചെയ്യാനാണ്, മറവിയാണ് ഗൈസ്, മൊത്തം മറവി. അപ്പോൾ ഇനി നമുക്ക് 2 അവക്കാഡോ ഉണ്ട്. അത് നമ്മൾ 2 അവക്കാഡോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സിയിൽ വെച്ചൊന്നിങ്ങനെ അടിക്കാം. കാരണം ആ ഒരു പഞ്ചസാരയും അവക്കാഡോയും കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ടാണ് നമ്മൾ അടിക്കുന്നത്. നല്ല രീതിക്ക് അടിച്ചില്ലെങ്കിലും ചെറിയ രീതിക്ക് അടിച്ചാലും മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഒരു പഞ്ചസാര അവക്കാഡോയും കൂടെ നല്ലൊന്ന് മിക്സ് ആയിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ പാലാണ്. പാല് നല്ല കട്ടിയാക്കി വെച്ചാൽ നമുക്ക് ഒന്ന് അടിച്ച് പരത്തിയെടുക്കാം. അതേപോലെ പാല് നടുവിൽ കീറിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ പാൽ ഇങ്ങനെ നോക്കി നടുവിൽ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കണം. നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കങ്ങനെ ഇനി ഇതും കൂടെ ഉള്ളൂ ലാസ്റ്റ്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ സംഭവം സെറ്റ് ആവാറായിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല തിക്കായിട്ടുള്ള രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഒട്ടും വെള്ളവും അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല തിക്ക് അവക്കാഡോ ഷേക്ക് അവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിപാടിയും ഇല്ല, നേരെ ക്ലാസ്സിലേക്കൊക്കെ കുടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും